നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിന്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വണ്ടിയിൽ തലകറങ്ങി വീഴുന്ന രാഖിയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് ഡ്രൈവർ കടന്നു കളയാട്ടോ ചെയ്യുന്നത്. രാഖിക്കാണെങ്കിൽ തീരെ അവശതയാണ്, ബോധം തെളിയുന്നില്ല, ലോ BP ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും രാഖിക്ക് എന്തോ ഒരു അസുഖമുണ്ട്, അതിലൊരു സംശയവുമില്ല. അത് വിധിയുടെ ഒരു വഴിത്തിരിവായി തന്നെയാണ് രാഖിയിൽ ആ ഒരു അസുഖം വരുന്നത് കേട്ടോ. എന്തായാലും രാജീവനാണെങ്കിൽ ഇവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ കുട്ടികൾ കാല് പിടിച്ച് പറയുന്നുണ്ട് രാജീവിൻ്റെ അടുക്കെ, പോകരുത്, അച്ഛനെ ഞങ്ങൾക്ക് വേണം, അച്ഛനില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾ അച്ഛനെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നിൽക്കുക കേട്ടോ. ചന്തു ആണെങ്കിൽ രാജീവിൻ്റെ കാലിൽ പിടിച്ചു വരെ പറയുന്നുണ്ട്. അപ്പോൾ ചന്തുവിൻ്റെ അടുക്ക പറയുന്നത് മക്കളെ പിരിയുന്നതിൽ എനിക്കും വിഷമമുണ്ട്, വേറെ നിവർത്തി ഇല്ലാഞ്ഞിട്ടാണെന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ രാജീവൻ ഇറങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് രാഗി തിരിച്ച് വീട്ടിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ആരതി നോക്കുമ്പോഴത്തേക്കും രാജേന്ദ്രനാണെങ്കിൽ ശാരിക, അതായത് ഒരു വക്കീലിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കാണുന്നു. അപ്പം ആരതി കരുതുന്നുണ്ട് കേട്ടോ, ഇയാൾ എന്താണ് ഇപ്പോൾ ഇവിടെ കയറിപ്പോയത്, എന്തോ ഒരു ദുരുദ്ദേശം കാണുമല്ലോ എന്ന് ആരതി മനസ്സിലാക്കുന്നു. ആരതി പുറകെ തന്നെ വച്ചു പിടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഈ വക്കീലും രാജേന്ദ്രനും കൂടെ ഇരുന്ന് പുറത്തിരുന്നാണ് സംസാരിക്കുന്നത്. ഇത് ശാരികയുടെ അച്ഛൻ്റെ വക്കീലാണ് കേട്ടോ. അപ്പോൾ അയാൾ രാജേന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. രാജേന്ദ്രനോട് പറയുന്നുണ്ട്, അതായത് നമ്പൂതിരി എല്ലാ സ്വത്തുക്കളും, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള എല്ലാ സ്വത്തുക്കളും അയാളുടെ മകൾക്കാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നും ഇത് ആ കുട്ടിക്ക് അറിയാൻ പോലും കഴിയില്ലായിരിക്കും, അത്രയ്ക്ക് സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ടെന്നും ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നും, എന്തായാലും തിരുമേനിക്ക് സംശയം തോന്നിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തതെന്നും തൻ്റെ ജീവന് വരെ ആപത്താണ് എന്നുള്ള കാര്യം തിരുമേനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ സ്വത്തുക്കളും ശാരികയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നതെന്നും അത് ഇതുവരെ ആ കുട്ടി അറിഞ്ഞിട്ടില്ല എന്നുമൊക്കെ വക്കീൽ പറയാട്ടോ ചെയ്യുന്ന രാജേന്ദ്രനോട്. എന്തായാലും ആ കുട്ടിയെ കണ്ടുപിടിച്ച് ഈ കാര്യം പറയണമെന്നും, എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആളല്ല കുട്ടിയെന്നും, കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള കുട്ടിയാണെന്നും ഒക്കെ പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രാജേന്ദ്രൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ട് കേട്ടോ ചെയ്യുന്നത്. ആഹാ, കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടോ അവൾക്ക്, അവളെ എങ്ങനെയെങ്കിലും ഞാൻ കല്യാണം കഴിച്ച് കൂടെ തന്നെ കൊണ്ടുവരണം എന്നിങ്ങനെ ചിന്തിക്കുന്നു. ഇതെല്ലാം തന്നെ ആരതിയിൽ നിന്ന് കേൾക്കുക കേട്ടോ ചെയ്യുന്നത്. ആരതിക്ക് മനസ്സിലാകുന്നുണ്ട് ശാരികയുടെ പേരുള്ള സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിരിക്കും ഇനി രാജേന്ദ്രൻ്റെ ശ്രമമൊന്നും, അയാളുടെ ചെന്നായയുടെ ബുദ്ധി ഇതിനു വേണ്ടിയായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്. ആരതി അവിടെ ആ വണ്ടിയുടെ മുകളിൽ ചാരി നിന്ന് രാജേന്ദ്രനെ കാത്തു നിൽക്കുക. പെട്ടെന്ന് രാജേന്ദ്രൻ പുറത്തേക്ക് വരുമ്പോൾ ആരതിയെ കാണുന്നു. ആരതിയെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ചുറ്റും നോക്കുന്നു. നീ എന്താ ഇവിടെയും ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനെന്താ എവിടെയെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നിങ്ങളെന്താ ഇവിടെ, ഇത് ശാരികയുടെ അച്ഛൻ്റെ വക്കീലല്ലേ അയാൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എത്ര പേരുടെ ജീവിതങ്ങളാണ് പിച്ചി ചീന്തിക്കളഞ്ഞത്, അവരെല്ലാവരും നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഒരു ദിവസം വരും, ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നതെന്ന് ആരതി രാജേന്ദ്രൻ്റെ മുഖത്തടിച്ച് പറയാട്ടോ ചെയ്ത്. നിങ്ങളുടെ മുഖം മൂടി എല്ലാവരുടെ മുമ്പിൽ ഞാൻ പിച്ചി ചീന്തും. എത്ര ജീവിതങ്ങളാണ് നിങ്ങൾ നശിപ്പിച്ചത്, നിങ്ങളുടെ സ്വന്തം പെങ്ങളാണെന്ന് പോലും പരിഗണിക്കാതെയല്ലേ രാഖിയുടെ ജീവിതം ഈ നിലയിൽ നിങ്ങളാക്കിയത്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർത്തോ, അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരതി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് രാഖിയെ വന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാഖി ആകെ മനസ്സ് തകർന്നാണ് ഇരിക്കുന്നത്. ഡോക്ടർ രാഖിയുടെ രോഗവിവരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് രാഖിക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ കൂടെ ആരതിയും കൂടെ വന്ന് പറയും, ഒരിക്കലും രാജീവനെ പിരിയരുതെന്നും, രാജീവൻ നിന്റെ കൂടെയുള്ളത് നിനക്കൊരു ബലമാണെന്നും, നിന്റെ കൂടെ നിൽക്കുന്ന മറ്റു പലരുമാണ് നിന്നെ ചതിക്കുന്നതെന്നും അത് നീ മനസ്സിലാക്കണമെന്നും പറയാട്ടോ ചെയ്യുന്നത്. ആ മനസ്സിലാക്കുന്ന നിമിഷം നിനക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത കിട്ടുമെന്നും ആരതി പറയുന്നു.